നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എല്ലാവരും രാത്രി യാത്രയാണ് ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും ചർച്ചയാവുന്നത്. രാത്രി നമ്മളിപ്പം യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. കൂടുതലും അപകടം സംഭവിക്കുന്നതും രാത്രി യാത്രകളിലാണ്. അപ്പോൾ നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ദൂരയാത്രയാണ് പോകുന്നതെങ്കിൽ 12 മണിക്ക് ശേഷം ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 12 മണി കഴിഞ്ഞാലും ദൂരയാത്രകൾ നമ്മൾ ഡ്രൈവ് ചെയ്യും. നമ്മളെ കണ്ണുകൾ തുറന്ന് തന്നെ ഇരിക്കും, പക്ഷേ നമ്മളെ ബ്രെയിൻ ഉറങ്ങിപ്പോവും. എനിക്ക് അനുഭവമാണ്. ഇപ്പോൾ ഈ അപകടം കൂടുതലും സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടുതലും രാത്രി കാലങ്ങളിൽ അപകടത്തിലാണ് ജീവൻ നഷ്ടമാവുന്നത്. ഇപ്പോൾ നമ്മുടെ വാഹനത്തിനുള്ള കേടുപാടുകളാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് നമുക്ക് റെഡിയാക്കുന്നേ ഉള്ളൂ. പക്ഷേ ജീവന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ആ ടൈമിൽ നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് പുറപ്പെടുക. നമ്മൾ ധൃതി വെച്ച് റിസ്ക് എടുക്കുന്നത് എന്തിനാണ്? ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ക്ലെയിം, അതായത് രാത്രി കാലങ്ങളിൽ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ കൂടുതലും മരണം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതേ നമ്മൾ അല്ലെങ്കിൽ 80-100 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പം നമുക്ക് സ്ലോ ചെയ്യാനോ വെട്ടിത്തിരിങ്ങാനുള്ള ഒരു മെമ്മറി ഉണ്ടാകത്തില്ല. അതേ സ്പീഡിൽ അതേ ഫോഴ്സിൽ ഇടിക്കുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. കഴിവതും രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. ശരി, ഇപ്പം നമുക്ക് പോയേ പറ്റുള്ളൂ എന്നെങ്കിൽ സ്പെയർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാമെന്നുള്ള ഒരാളെയും കൂടെ കൊണ്ടുപോവുക. അപ്പോൾ ആൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുക. നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് പുള്ളിയെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക. പിന്നെ വേറൊരു ഐഡിയ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഉറക്കം വന്നു, ഇടയ്ക്ക് നമ്മൾ നിർത്തുക, മുഖം കഴുകുക, പിന്നെ കട്ടൻ ചായ, ചുക്ക് കാപ്പി അങ്ങനെ കാര്യങ്ങൾ കുടിക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും ചൂയിങ് ഉണ്ട്, ബബിൾ കം, അതും ചവച്ചുകൊണ്ട് നിന്നാലും ഒരു പരിധി വരെ നമുക്ക് ഉറക്കത്തിൽ നിന്നും ഒരു ഇത് കിട്ടും. പിന്നെ നമുക്കിപ്പം എല്ലാ പെട്രോൾ പമ്പിലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉറക്കം വന്നു കഴിഞ്ഞാൽ പമ്പുകളിൽ ഒതുക്കുക. അവിടെ മുഖം കഴുകാനും റെസ്റ്റ് എടുക്കുന്ന ടൈമുണ്ട്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വെറുതെ ലൈഫ് കൊണ്ട് നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല. ശരി, നമ്മുടെ വണ്ടിയിലേക്ക് ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്, വണ്ടിക്ക് ഡാമേജ് പറ്റി നമുക്ക് ചെയ്യാമെന്നുള്ള കേസുകളേ ഉള്ളൂ. പക്ഷേ നമ്മളെ ജീവൻ, അതാണ് ഏറ്റവും വലിയ വാല്യൂ എന്ന് വെച്ചാൽ. ഇപ്പം നമ്മൾ മാത്രമല്ല, നമ്മൾ പുറകിലിരിക്കുന്നവർക്കും ഫാമിലി, കുടുംബം, മക്കൾ എല്ലാം ഉണ്ട്. എപ്പോഴും നമ്മൾ കെയർ കൊടുക്കുക. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഈ ലോങ് ഓട്ടിക്കുന്ന ബസ് ഡ്രൈവർമാരൊക്കെ അവർ എങ്ങനെയാണ് ഉറങ്ങാതെ ഓട്ടിക്കുന്നതെന്ന് വെച്ചാൽ, കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ KSRTC ബസ്സായാലും ഒരു 20 അല്ലെങ്കിൽ 40 കിലോമീറ്ററിനകത്ത് KSRTC സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ വണ്ടി അവിടെ ഒതുക്കിയ ശേഷം അവർ റെസ്റ്റ് കൊടുത്ത് ചായയും കുടിച്ചിട്ട് ഫ്രഷായിട്ടാണ് വീണ്ടും അവർ വണ്ടി എടുക്കുന്നത്. അവർക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് എടുത്താണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും ബ്രൈറ്റ് ലൈറ്റ്, അതാണ് മെയിനായിട്ട്. നമ്മളിപ്പോൾ നമ്മളെ കണ്ണിൽ അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം മുന്നിൽ പോകുന്നതോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നതോ നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആക്സിഡൻറ്റിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റും. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്നല്ല പറഞ്ഞത്. ഇവ നമ്മളെ കൂടെ വരുന്നത് അത് വേറൊരു ഫാമിലിയിൽപ്പെട്ടവരായിരിക്കാം. ശരി, എൻ്റെ വൈഫോ മക്കളോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളാണെന്ന് വിചാരിച്ച് തന്നെയാണ് ഓട്ടിക്കുക. ഇപ്പം ഡ്രൈവർമാരെ നിങ്ങൾ പ്രത്യേകിച്ച് കെയർ കൊടുക്കുക. പിന്നെ ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുടെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവർ ഒരു കാരണവശാലും ഉറങ്ങരുത്. അവരത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഭക്തിയ ഗാനങ്ങൾ ഇടുക, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ മെമ്മറി ആക്റ്റീവായിക്കൊണ്ടിരിക്കും. അപ്പോൾ കാറിൻ്റെ അകത്തുള്ളവർ ഫുള്ള് ഉറങ്ങി കൂർക്കം വിളിച്ച് ഉറങ്ങുമ്പം മനുഷ്യനാണ്. നമ്മളെ മെമ്മറി വീണ്ടും നമ്മൾ ആ ടൈമിൽ, ആ ഉറങ്ങുന്ന ടൈം ആകുമ്പം നമ്മൾ ഉറക്കത്തിലോട്ടുള്ള നമ്മളെ മെമ്മറി അത് റെഡിയാവും. ഒരു കാരണവശാലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ കഴിവതും മരത്തിൻ്റെ മൂട്ടിലോ റോഡ് സൈഡിലോ വണ്ടി ഒതുക്കിയിട്ട് വിശ്രമിക്കരുത്. എല്ലായിടത്തും പെട്രോൾ പമ്പ് കാര്യങ്ങളുണ്ടാവും, CC ക്യാമറ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവിടെ ഒതുക്കിയിടുക, ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക. നമ്മൾ എവിടെ സ്റ്റേ ചെയ്താലും ഇപ്പം നമുക്ക് വാട്സപ്പിൽ കറണ്ട് ലൊക്കേഷൻ നമ്മളെ സുഹൃത്തിനോ വൈഫിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക.
വേറെ ഒന്നുമില്ല, നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആക്സിഡൻറ്റിൽ നിന്നൊക്കെ ഒഴിവാവാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മുമ്പത്തെ ഒരു 10-15 വർഷം ബാക്കിലാണെങ്കിൽ ഈ രാത്രിയാണെങ്കിൽ അപകടങ്ങളാണ് കൂടുതൽ. അന്ന് നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സ്പോട്ടിൽ പോയേ പറ്റുള്ളൂ. ഒരുപാട് ക്ലൈം അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ കഴിവതും രാത്രി കാലങ്ങളിൽ കെയർ കൊടുത്ത് ഓടിക്കുക, ജീവിതം സുരക്ഷിതമാക്കുക. നമ്മളെയും കാത്ത് നമ്മൾ വീട്ടിൽ ഭാര്യ, മക്കളെല്ലാവരും ഉറക്കം ഒഴിഞ്ഞ് കാത്തിരിപ്പുണ്ടാവും. അത് മാത്രം നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.